നമ്മുടെ കൂടെ ഈ ഹൗസിന്റെ ഓണേഴ്സ് ഉണ്ട്, സുനിൽ ചേട്ടൻ ആൻഡ് ശ്രീജ ചേച്ചി. നമുക്ക് ഇവരുടെ റിക്വയർമെന്റ്സും അവരുടെ ഈ വീടിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്സും ചോദിച്ചറിയാം. യെസ്, നിങ്ങളുടെ റിക്വയർമെന്റ്സ് എങ്ങനെയായിരുന്നു? എന്നുവെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണെന്ന് പറയുന്നു. ലിമിറ്റഡ് സ്പേസിലാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഇത് തന്നെയായിരുന്നു? അതെ, ഇത് തന്നെയായിരുന്നു. അത് ചെറിയൊരു വീടായിരിക്കണം, ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇന്റീരിയർ പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരണം എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ കൺജഷൻ ഒരിക്കലും ഫീൽ ചെയ്യരുത്, കാരണം നമ്മൾ മാക്സിമം സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മൂന്ന് ബെഡ്റൂം, ഈ പറഞ്ഞ എല്ലാ സ്പെസിഫിക്കേഷൻ ഇത് തന്നെയായിരുന്നു. 3 ബെഡ്റൂം, കിച്ചൺ ആണെങ്കിലും ഇങ്ങനെ ഓപ്പൺ കിച്ചൺ. നിങ്ങൾ മനസ്സ് വിചാരിച്ചിരുന്ന ഒരു ബഡ്ജറ്റിൽ തന്നെയാണ് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്? ഓൾമോസ്റ്റ്. ഇങ്ങനെ ഒരു മിനിമലിസ്റ്റിക് സ്റ്റൈല് തന്നെ വേണം, കണ്ടംപററി മിനിമലിസ്റ്റിക് സ്റ്റൈല് തന്നെ വേണം എന്ന് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലോട്ട് നോക്കിയ സമയത്തും മാക്സിമം 4 to 5 സെൻസിനകത്താണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ രണ്ടുപേരും വീട് അടുത്ത് തന്നെ പഠിക്കുന്ന സ്കൂളിലാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു നമുക്കൊരു കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. ഇപ്പൊ 3.8 സെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഗാർഡൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാൽ നമുക്ക് മരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ, അതോ ഇത് മതി എന്നുള്ളതായിരുന്നോ? പ്ലോട്ട് ശരിക്കും ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പ്ലോട്ട് എടുക്കുമ്പോൾ തന്നെ മൈൻഡിൽ അങ്ങനെ നമ്മളങ്ങനെ അടിയുറച്ച് വിശ്വസിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ അത്ര പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ മനസ്സിൽ വിചാരിച്ച രീതിയിൽ തന്നെ വീട് ചെയ്തെടുത്തു. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ആ ഒരു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സെയിം സാധനം ചെയ്തെടുത്തു. ഭയങ്കര രസമായിട്ടാണ് എന്തായാലും ചെയ്തിരിക്കുന്നത്. ഇന്റീരിയേഴ്സ് ആയിക്കോട്ടെ, ഡിസൈൻ ആയിക്കോട്ടെ, കളർ സെലക്ഷൻ എല്ലാം ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരി, താങ്ക് യു സോ മച്ച്. ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിങ് ശരിക്കും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്പേസ് ആണുള്ളത്, പക്ഷെ അതിൽ ഗാർഡൻ പറ്റുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ വെല്ലാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഈ വെല്ലെന്ന് പറയുമ്പോഴത്തേക്കും പുറത്തേക്കുള്ള പ്രൊജക്ഷൻ വളരെ കുറവാണ്, പക്ഷെ അകത്തേക്ക് ഡെപ്തും ഉണ്ട്, ലൈറ്റും ഉണ്ട്. പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിലാണിത് കെട്ടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിനെ കുറിച്ച് ഒരുപാട് പേർക്കുണ്ടായിരുന്ന കുറേ ഡൗട്ടുകളെങ്കിലും മാറിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീടുമായിട്ട് ഹോം ടോക്സിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.